എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുവരുന്നു. അതിലൂടെ ഒരു പ്രശസ്തനായ സുവിശേഷ പ്രാസംഗികൻ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി മാസ്റ്റർ ജോഷു മോറിനെയും ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ പ്രസംഗം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് കോട്ടയത്തിന്റെ ബഹുമാനായ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് സാറാണ്. അദ്ദേഹം രാവിലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം ഇന്ന് ഈ മീറ്റിംഗിൽ ഒരുപാട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. അദ്ദേഹം അമേരിക്കയിലാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. ആ ലെറ്ററിൽ മോസ്റ്റ് അർജന്റ് എന്ന് എഴുതി അദ്ദേഹത്തിന്റെ PA ഏൽപ്പിക്കുകയും കൊണ്ടനാട് പള്ളിയുടെ പരിപാടിയാണെങ്കിൽ ഞാൻ നിശ്ചയമായും എത്തിയിരിക്കും എന്ന് നമ്മൾ പറയുകയും ചെയ്തു. മാത്രമല്ല ചെറിയ മീഡിയയുടെ റെപ്രസെന്റേഷനെയും ഇടവകാല നമ്മുടെ எப்படி சொல்றீங்க தமிழ்காரங்க മണർകാട് പള്ളിയിൽ ഈ വർഷത്തെ പ്രധാന പ്രവർത്തനങ്ങൾ மலர் மட்டும் ஒழிச்சிருந்தா குட்டி குட்டி வளையல் பாருங்க அம்மா. வாங்க எடு பாப்பாக்கு ஏதாவது பார்ப்போம். ധാർമ്മികത്തിന്റെ ആരോഗ്യം സാമൂഹികം വളർത്തുന്നതിന് 1926 ഇന്ന് ഈ ഡൽഹി 12 ജില്ലകളിലെ 16 സന്ദർശിച്ചുകൊള്ളുന്നു. പരിമലത്തിരുമേനിയുടെ കുടുംബാംഗം എന്നുള്ള നിലയിൽ ഒരു കൊച്ചുമകൻ ആ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് കാണുമ്പോഴും തൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ തത്വ ചിന്തകളിലൂടെ ഉന്നതമായ ബിരുദം കൈവരിച്ചപ്പോഴും അമേരിക്കയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ പഠനം നടത്തിയപ്പോഴും ഇവയെല്ലാം ദൈവശുശ്രൂഷയ്ക്കായിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടി ഏറെ ഉണർവുള്ളവനായി സഭ നേരിടുന്നതിൽ തകർന്നു പോകാതെ സഭ പരിശ്രമമാണ്. അതിന് തിരുമേനി നൽകുന്ന സഹകരണത്തെയും പ്രത്യേകമായി എപ്പിസ്കോപ്പൽ സിനോദസിന്റെ സെക്രട്ടറിയായി മാറിയ ശേഷമുള്ള ഈ കാലഘട്ടത്തെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള എല്ലാവരെയും കൃതജ്ഞത ഈ മണർകാട് ദേവാലയത്തിന്റെ ഭരണസമിതിക്കും ഈ ഇടവകയ്ക്കും പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം പവിത്രമാകട്ടെ. യോഗാ നടപടികൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായി അഭിവൃദ്ധിയായ യോഗ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു.